എന്നും നമ്മൾ അടുക്കളയിൽ ഇറച്ചിയും മീനും മട്ടനും ചിക്കനും ഒക്കെ പാചകം ചെയ്ത് മടുത്തിട്ട് ഇന്ന് വെജിറ്റേറിയൻ ആവുമല്ലോ എന്ന് വിചാരിച്ച് ഉച്ചയ്ക്ക് ലഞ്ചിന് വെജിറ്റേറിയൻ തയ്യാറാക്കിയപ്പോൾ ഇന്ന് മീനൊന്നും കിട്ടിയില്ലേ എന്നൊരു അശരീരി. അപ്പോൾ മീനില്ലാതെ നമുക്ക് ഉച്ചയ്ക്ക് ചോറിറങ്ങത്തില്ല എന്ന് വിചാരിച്ചിട്ട് രാത്രിയെങ്കിലും മീൻകറി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചൂര മീൻ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചട്ടി അടുപ്പയിലേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് സവാള, പച്ചമുളക്, തക്കാളി, ഇഞ്ചി, കറിവേപ്പില എല്ലാം ഒന്ന് വരണ്ട് വന്നപ്പോഴത്തേക്ക് നമ്മൾ പുളി ഇട്ട് കൊടുത്തു. വെട്ടി വാങ്ങിയത് കൊണ്ട് വെട്ടിപ്പാടുപെടേണ്ടി വന്നില്ല. ഈ ജൂണിലൊരു വടക്കേന്ത്യൻ യാത്ര ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് പോയപ്പോഴേ ടെൻഷനായിരുന്നു, നാട്ടിലെ ഭക്ഷണമൊന്നും കിട്ടത്തില്ലല്ലോ എന്ന് വിചാരിച്ച്. അങ്ങനെ ഞാൻ കുറച്ച് ചമ്മന്തിയും അച്ചാറും ഒരു വറുത്ത മീനൊക്കെ കയ്യിലേക്ക് പൊതിഞ്ഞ് അലൂമിനിയം ഫോയിലിലാണ് പൊതിഞ്ഞെടുത്തത്. കഴിഞ്ഞ ജൂണിൽ എനിക്കൊരു വടക്കേന്ത്യൻ യാത്ര ഉണ്ടായിരുന്നു. അപ്പോൾ യാത്രയ്ക്ക് ഒരുങ്ങിയപ്പോഴേ എനിക്കൊരു ടെൻഷനായിരുന്നു, നമ്മുടെ നാട്ടിലെ ഭക്ഷണമൊന്നും കിട്ടത്തില്ലല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ കുറച്ച് ചമ്മന്തിപ്പൊടിയും അച്ചാറും ഒക്കെ ഞാൻ അലൂമിനിയം ഫോയിലിൽ പൊതിഞ്ഞെടുത്ത് കയറുന്ന ഹോട്ടലിലെല്ലാം കയ്യിൽ വെച്ചിട്ടാണ് ഭക്ഷണം കഴിച്ചു തുടങ്ങിയത്. പെട്ടെന്ന് തീരുമല്ലോ എന്ന് വിചാരിച്ച് കുറച്ചെടുത്താണ് കഴിച്ചത്. കാരണം അവിടുത്തെ പച്ചരിച്ചോറിന് അവിടുത്തെ കറികളൊക്കെയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുപോയ ചമ്മന്തിപ്പൊടിയും അച്ചാറും ഒക്കെ കൂട്ടി ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന കൂട്ടിലേക്ക് നമ്മൾ മസാലപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. മസാലക്കൂട്ടിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇളവൻ നിരപ്പിലേക്ക് ഓരോ മീൻ കഷ്ണവും പറക്കിയിട്ട് കൊടുത്ത് അടച്ചു വെച്ചു. അതാഴത്തിനുള്ള മീൻകറി സെറ്റ്.